ഹായ് ഗായ്സ്. സോ നമ്മൾ വീണ്ടും ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മളിപ്പം പലരും തന്നെ നമ്മളിപ്പം നമ്മുടെ സ്കിന്നിനെ പറ്റിയിട്ട് നമ്മൾ കൺസേൺഡ് ആവുന്ന സമയത്ത് തന്നെ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരു എലമെൻ്റ് ആയിട്ട് വരുന്ന സാധനമാണ് ഈ സെറംസ്. ഈ സെറംസ് നമ്മൾ കേൾക്കുന്ന സമയത്ത് തന്നെ പല ആസിഡ്സിൻ്റെ ഒക്കെ പേര് വരുന്ന സമയത്ത് ഈ മാതിരി ആസിഡ്സ് നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യാൻ പലരും പേടിക്കുന്നുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് എന്താണ് സെറം, ഈ മോയ്സ്ചറൈസർ തമ്മിലുള്ള ഡിഫറൻസ്, എത്ര ടൈപ്സ് സെറം ഉണ്ട്, ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം, ഇതൊക്കെ ഏത് സ്കിൻ ടൈപ്പിലുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാം, ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യണേ, ഇതൊക്കെ എത്ര വയസ്സുള്ളവർക്ക് യൂസ് ചെയ്യാം എന്നുള്ള ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യണ ഒരു വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് ഈ സെറത്തെ പറ്റി അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ. നമ്മളിവിടെ ഏകദേശം എല്ലാ ടൈപ്പ് ഓഫ് സെറവും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ കണ്ടന്റ്. സോ ഒട്ടും വൈകാണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ വെൽക്കം ടു മൈ വീഡിയോ. സെറംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ടോണർ എന്നീ പോലത്തെ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ്. ഇത് അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കാൻ കാരണം ഇതിൽ കോൺസെൻട്രേഷൻ്റെ അളവ് കൂടുതലാണ്. മാത്രമല്ല ഇതിൻ്റെ മോളിക്കുലർ സൈസ് ചെറുതായതുകൊണ്ട് തന്നെ, ബാക്കി കമ്പയർ ചെയ്യണ സമയത്ത് ചെറുതായതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബായി അത് പെനിട്രേറ്റ് ആയി നമ്മുടെ സ്കിൻ എന്താണോ പ്രോബ്ലം, എന്തിനാണോ നമ്മൾ സെറം യൂസ് ചെയ്യുന്നത്, അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് എഫക്റ്റീവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെറം യൂസ് ചെയ്യണത്. നമ്മുടെ എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിലെ പ്രോബ്ലംസ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട ആക്റ്റീവ്സ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിൽ ഇത്രയും വെറൈറ്റി ഓഫ് സെറംസ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് സാലിസിലിക് ആസിഡ് സെറം, നയാസിനമൈഡ് സെറം, ഹൈലൂറോണിക് സെറം, കോജിക് ആസിഡ് സെറം, റെറ്റിനോൾ സെറം, ഗ്ലൈക്കോളിക് ആസിഡ് സെറം, AHA BHA എക്സ്ഫോലിയേറ്റിംഗ് സെറം, വൈറ്റമിൻ സി സെറം എന്നീ സെറംസ് ആണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണതാണ് സാലിസിലിക് ആസിഡ് സെറം. ഇത് ഒരു കെമിക്കൽ എക്സ്ഫോലിയേറ്റർ ആണ്. നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു കുരുക്കൾ, വലിയ പെയിനുള്ള ആക്നീസ്, അതിൻ്റെ ചുറ്റുമുള്ള റെഡ്നെസ്, നമ്മുടെ മുഖത്ത് നല്ലൊരു ഓയിലി ടെക്സ്ചർ ആവണം, ആ ഓയിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നമ്മുടെ മൂക്കിൻ്റെ ഏരിയ, നമ്മുടെ ഈ ഏരിയയിലൊക്കെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ കാണുന്ന ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഈ സാലിസിലിക് ആസിഡ് സെറം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സാലിസിലിക് ആസിഡ് സെറം ഒരു ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യണ സമയത്ത് അത് നമ്മുടെ സ്കിന്നിനെ എക്സ്ട്രീം ഡ്രൈ ആക്കി ഒരു വേസ്റ്റ് കണ്ടീഷനിലേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ എക്സ്ട്രീം ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഇത് സാലിസിലിക് ആസിഡ് സെറം സ്റ്റാർട്ട് ചെയ്ത് 18 ഇയേഴ്സ് തൊട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. പിന്നെ എന്തെങ്കിലും ഹെവി ആക്നെ പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യാം. ഇത് നമുക്ക് മോർണിംഗ് ഓർ നൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇൻ കേസ് ഒരു മോർണിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് മോയ്സ്ചറൈസർ ആൻഡ് SPF വെച്ചിട്ട് പെയർ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ സെക്കൻഡ് സെറം വന്നിട്ടാണ് നയാസിനമൈഡ് സെറം. ഈ സെറം നമ്മുടെ ഫേസിലുള്ള ഓപ്പൺ പോഴ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ കുരു വന്ന് അവിടെ ബാക്കി വെച്ച് പോയാൽ നമ്മുടെ ഡാർക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ നയാസിനമൈഡ് സെറം യൂസ് ചെയ്യുന്നത്. ആസ് എ ബിഗിനർ ഒരു നയാസിനമൈഡ് സെറം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ലോവർ കോൺസെൻട്രേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഒരു 2% ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇൻക്രീസ് ചെയ്ത് വരാം. ആൻഡ് ഈ ഒരു സെറത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലൈഫ് ലോങ് ഈ സെറം നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ആവശ്യം അനുസരിച്ചിട്ട് നമ്മൾ ഈ നയാസിനമൈഡ് സെറം യൂസ് ചെയ്യാം. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡെയിലി റുട്ടീന് പോലെ എന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്കിന്നിന് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ ഈ നയാസിനമൈഡ് സെറം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അത് പോണ സമയത്ത് ഈ നയാസിനമൈഡ് സെറം നിർത്തിവെക്കുക. അല്ലാതെ ലോങ് ടൈം ഒരു ഇതിന് വേണ്ടിയിട്ട് നയാസിനമൈഡ് സെറം നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് 18 വയസ്സ് ഉള്ളവർ തൊട്ടിട്ട് നമുക്ക് ഈ നയാസിനമൈഡ് സെറം സ്റ്റാർട്ട് ചെയ്ത് പോവാം. ആൻഡ് നമ്മുടെ തേർഡ് സെറം വന്നിട്ടാണ് ഹൈലൂറോണിക് ആസിഡ് സെറം. ഈ സെറം വന്നിട്ട് നമ്മുടെ ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും ഈ സെറം യൂസ് ചെയ്യാം. ഈ സെറം നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് മോയ്സ്ചർ ലോക്ക് ചെയ്ത് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈലൂറോണിക് ആസിഡ് സെറം യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഹൈലൂറോണിക് ആസിഡ് സെറം എപ്പോഴും ഒരു വെറ്റ്
ഫേസിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചർ ലോക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഇച്ചിരി കൂടെ ഹൈഡ്രേഷന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസറും കൂടെ ഇട്ടിട്ട് നമുക്ക് പെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സ്ട്രീം ഡ്രൈ കണ്ടീഷനിലെ സ്കിന്നിനെ ഇച്ചിരി മോയ്സ്ചറൈസ് ചെയ്ത് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ ഈ ഹൈലറോണിക് സെറം കൂടെ യൂസ് ചെയ്യാം. പിന്നെ എപ്പോഴും ഈ സെറം യൂസ് ചെയ്യുന്ന സമയത്ത് ലോവർ കോൺസെൻട്രേഷനിൽ തുടങ്ങുക, ഒരു 2% വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു അഡ്വാൻസ്ഡ് ആകുന്ന സമയത്ത് 8 to 10% വരെ നമുക്ക് ഈ സെറം യൂസ് ചെയ്യാം. ഈ സെറം നമുക്ക് മോർണിംഗ് നൈറ്റ് നമുക്ക് ഏത് ടൈമാണ് യൂസ് ചെയ്യേണ്ടത് ആ ടൈം നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു ഏജ് ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സ്കിന്നുകാർക്കും നമ്മുടെ സ്കിന്ന് ഭയങ്കര ഫ്ലേക്കി, നമ്മുടെ ഡ്രൈ ആയിട്ട് എക്സ്ട്രീം ഡ്രൈ കണ്ടീഷൻ ആവുന്ന സമയത്ത് നമുക്ക് ഈ ഹൈലറോണിക് ആസിഡ് സെറം നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് നമ്മുടെ നാലാമത്തെ സെറം വന്നിട്ടാണ് നമ്മുടെ കോജിക് ആസിഡ് സെറം. ഈ സെറം നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സൺ ഡാമേജ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ കോജിക് ആസിഡ് സെറം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മളാണെങ്കിൽ ഈ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാതെ പുറത്തൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ കരിവാളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആ കരിവാളിപ്പൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോജിക് ആസിഡ് സെറം നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാണ്. നമ്മുടെ അൺഇവൻ സ്കിൻ ടോൺ കണ്ടിട്ടില്ലേ, അതായത് ചില ഭാഗത്ത് കുറച്ച് ഒരു ലൈറ്റ് ആയിരിക്കും, ചില ഈ ഏരിയയിൽ കണ്ണിൻ്റെ ഈ ഏരിയയിൽ ഒക്കെ ഒരു കുറച്ചും കൂടെ നമ്മുടെ ബാക്കി സ്കിന്നിനെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഡാർക്കൺ ഏരിയാസ്, ഇതൊക്കെയാണ് അൺഇവൻ സ്കിൻ ടോൺ. ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോജിക് ആസിഡ് സെറം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ കോജിക് ആസിഡ് സെറം നമ്മുടെ ഏർലി സ്റ്റേജിൽ റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് എപ്പോൾ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർണിംഗ് ഓർ നൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈമിൽ, അതായത് 1 day 1 time വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്യണത് നൈറ്റ് ടൈമിലാണ്. സോ അങ്ങനെയാണ് എനിക്ക് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടിയതായിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് അല്ലാതെ ക്രീംസിൽ അവൈലബിൾ ആണ്, സെറംസിൽ അവൈലബിൾ ആണ്. സെറംസ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ്. സോ നിങ്ങളുടെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട് നിങ്ങൾ കോജിക് ആസിഡ് സെറം ചൂസ് ചെയ്യുക. ആൻഡ് നമ്മുടെ അഞ്ചാമത്തെ സെറം വന്നിട്ടാണ് റെറ്റിനോൾ സെറം. ഈ സെറം വന്നിട്ട് 25 വയസ്സ് കഴിഞ്ഞവരാണ് യൂസ് ചെയ്ത് തുടങ്ങേണ്ടത്. ഈ സെറം നമ്മുടെ മുഖത്തുള്ള ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഏർലി സ്റ്റേജ് ഓഫ് ഏജിങ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെറ്റിനോൾ സെറം യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ സെറം വന്നിട്ട് നമ്മുടെ മുഖത്തുള്ള ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ആൻഡ് ആൻറ്റി ഏജിങ്ങിനാണ് ഈ സെറം വർക്ക് ചെയ്യണത്. ആൻഡ് ഇത് നമ്മുടെ സ്കിന്നിൽ ഇച്ചിങ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതിന് നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഈ റെറ്റിനോൾ സെറം ഉറപ്പായിട്ടും യൂസ് ചെയ്ത് തുടങ്ങണം. ഈ റെറ്റിനോൾ സെറം ഒരു വീക്ക്ലി 2 or 3 നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു മിനിമം കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്ത് തുടങ്ങണം. കാരണം ഇത് പെട്ടെന്ന് ഇച്ചിങ് വരാനും നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് വരാനും നമ്മൾ സാധ്യത കൂടുതലുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 0.1% വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇൻക്രീസ് ചെയ്ത് പോയാൽ മതി. സോ അതാണ് ഈ റെറ്റിനോൾ സെറത്തെ പറ്റി പറയാനുള്ളത്. ആൻഡ് നമ്മുടെ ആറാമത്തെ സെറം വന്നിട്ടാണ് ഗ്ലൈക്കോലിക് ആസിഡ് സെറം. ഇതൊരു എക്സ്പോലിയേറ്റർ ആണ്. ഇത് നമ്മുടെ ഫേസിലെ അൺഇവൻ സ്കിൻ ടോൺ റെഡ്യൂസ് ചെയ്യാനും എക്സ്ട്രീം ഹൈലി പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനൊക്കെയാണ് ഈ ഗ്ലൈക്കോലിക് ആസിഡ് സെറം നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുന്നത്. ആൻഡ് ഈ ഗ്ലൈക്കോലിക് ആസിഡ് ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് ഈ ഷുഗർ കെയിൻ എന്നൊക്കെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഗ്ലൈക്കോലിക് ആസിഡിന്റെ ടോണർ ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഈ ഓപ്പൺ പോൾസ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇത് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട ഏജ് ഒരു 20 above തൊട്ടിട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇതിന്റെ ലോവർ കോൺസെൻട്രേഷൻ ഒരു 2 to 8%, 2 സ്റ്റാർട്ട് ചെയ്ത് ഒരു 8 വരെ നമുക്ക് എത്തിക്കാവുന്നതാണ്. 2 to 8 കോൺസെൻട്രേഷനിലെ ഗ്ലൈക്കോലിക് ആസിഡ് സെറം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് വീക്ക്ലി ഒരു 2 or 3 നമുക്ക് ഗ്ലൈക്കോലിക് ആസിഡ് സെറം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മുടെ ഏഴാമത്തെ സെറം വന്നിട്ടാണ് ഈ എക്സ്പോലിയേറ്റിംഗ് സെറം, അതായത് AHA, BHA അങ്ങനെ പറഞ്ഞ സെറംസ്. ഇത് നമ്മുടെ സ്കിന്നിനെ ഒരു എക്സ്പോലിയേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിനെ എക്സ്പോലിയേറ്റ് ചെയ്ത് ഒരു നല്ലൊരു ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെറംസ് നമ്മൾ യൂസ് ചെയ്യണത്. മാത്രമല്ല ഈ സെറംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ SPF വെച്ചിട്ട് നമ്മൾ പെയർ ചെയ്തിരിക്കണം. ഈ സെറംസ് നമ്മുടെ സ്കിന്നിലെ ടോപ്പ് ലെയറിനെ എക്സ്പോലിയേറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും സ്കിൻ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്പോലിയേറ്റിംഗ് സെറംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ്
ആൻഡ് നമ്മളെ 8ാമത്തെ സെറം വന്നിട്ടാണ് വൈറ്റമിൻ സി സെറം. ഈ സെറമാണ് ഏകദേശം അധികം ആൾക്കാർ യൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സെറം. ബിക്കോസ് ഈ സെറം നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആകാനും നമ്മുടെ സ്കിന്നിനെ കുറച്ച് വൈറ്റനിങ്ങിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സെറമാണ് ഈ വൈറ്റമിൻ സി സെറം. ഈ വൈറ്റമിൻ സി സെറം നമ്മൾ എപ്പോഴും ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലോവർ കോൺസെൻട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്തിട്ട് വരാവുന്നതാണ്. നമ്മുടെ ഒരു സ്കിന്നിൻ്റെ ഒരു നാച്ചുറൽ ഗ്ലോനെ നമുക്കത് പുറത്ത് കൊണ്ടുവരാനും നമ്മുടെ സ്കിന്നിന് അൺഇവൺ സ്കിൻ ടോൺ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ സ്കിന്ന് ഇച്ചിരി കൂടെ ഒരു ബ്രൈറ്റൻ ചെയ്ത് നമ്മളെ ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റമിൻ സി സെറം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ വൈറ്റമിൻ സി സെറം നമുക്ക് രാവിലെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ കുറച്ചും കൂടെ ബെനിഫിറ്റ് കിട്ടുന്നത് നമുക്ക് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ സ്കിന്നുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും റിയാക്ഷൻസ് വന്നിട്ട് ഒരു വേഴ്സ്റ്റ് കണ്ടീഷനിൽ എത്തിക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇൻ കേസ് നമ്മൾ ഇത് മോർണിംഗ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് SPF വെച്ചിട്ട് പെയർ ചെയ്യണം. അല്ലാത്ത കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്കൊരു നൈറ്റ് ടൈമിൽ ഈ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്നതാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. ആൻഡ് എനിക്ക് എൻ്റെ തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ആക്നെ പ്രോൺ സ്കിന്നുകാർ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ മുഖത്ത് ഇച്ചിനെസ് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ സ്കിന്നിന് വേറെ ഇങ്ങനെ കുരുക്കളോ ഒന്നും ഓപ്പൺ ആയിട്ടുള്ള ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. പാടുകളുണ്ട് നമ്മുടെ സ്കിന്നിന്. ഒരു അൺഇവൻ സ്കിൻ ടോൺ ആണ്, കുറച്ചും കൂടെ ഒരു കരിവാളിച്ച പോലെയൊക്കെ ഉണ്ട്. ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി സെറം നല്ലോണം ഹെൽപ്ഫുൾ ആണ്. പക്ഷേ നമ്മുടെ ഈ മുഖത്ത് പാട് അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അത് യൂസ് ചെയ്യാതിരിക്കുക. കുറച്ചും കൂടെ അതിലേക്ക് ഇച്ചിനെസ് വരാൻ സാധ്യത കൂടുതലാണ്. അത് എനിക്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയേക്കണ കാര്യമാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് സെറംസും. ഇതൊക്കെ സെറം എന്തിനൊക്കെ യൂസ് ചെയ്തതെന്ന് ഇപ്പം നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് എനിക്ക് ഈ സെറംസിലൊക്കെ ഞാൻ യൂസ് ചെയ്ത് ഞാൻ കുറച്ച് റെക്കമെൻഡ് ചെയ്യണ പ്രൊഡക്ട്സ് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, സാലിസിലിക് ആസിഡ് സെറമിൽ വരുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നിയത് ഡെർമാക്കോയുടെ സാലിസിലിക് ആസിഡ് സെറം എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ഡോട്ട് ആൻഡ് കീയുടെ ഒരു ഗ്രീൻ കളർ സെറം ഉണ്ട്, അതും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ് സെറം ഉണ്ടായിരുന്നു, അത് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ നയാസിനമൈഡ് സെറത്തിൽ വരുവാണെങ്കിൽ സീരിയസ്ലി ഗൈസ് എനിക്ക് ഡെർമാക്കോയുടെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡേംഡോക്ക് ഉണ്ട്, അത് അത്യാവശ്യം വർക്കായിട്ടുണ്ട്. പിന്നെ ഈ വൈറ്റമിൻ സിയിൽ വരുന്ന സമയത്ത് പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി നല്ലതാണ്, ഡെർമാക്കോൻ്റെയും നല്ലതാണ്, മിനിമലിസ്റ്റിൻ്റെയും കൂടെ എനിക്ക് നന്നായിട്ട് വർക്ക്. മിനിമലിസ്റ്റിൻ്റെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ കോജിക് ആസിഡിൻ്റെ വരുന്ന സമയത്ത് ഡേംഡോക്ക് എനിക്ക് വർക്കായിട്ടുണ്ട്, ഡെർമാക്കോ എനിക്ക് വർക്കായിട്ടുണ്ട്, ആ ഒരു ബ്രൗൺ കളർ അതും എനിക്ക് വർക്കായിട്ടുണ്ട്. പിന്നെ ഈ ഹൈലറോണിക് സെറം ഞാൻ 2 ബ്രാൻഡിനെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ അങ്ങനെ എക്സ്ട്രീം ഡ്രൈ സ്കിന്നൊന്നുമല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ഹൈലറോണിക് ആസിഡ് സെറം നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഈ സെറംസിനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സ് ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഏതൊക്കെ സെറം നമുക്ക് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാം. അതായത് ഒരേ ടൈപ്പുള്ള സെറം നമുക്ക് ഒരിക്കലും കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് റെറ്റിനോൾ യൂസ് ചെയ്യണ സമയത്ത് ഈ ബാക്കിയുള്ള സാലിസിലിക് ആസിഡ്, നയാസിനമൈഡ്, ഗ്ലൈക്കോളിക് ആസിഡ് ഇതൊന്നും നമുക്ക് അതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. നയാസിനമൈഡ് സെറവും വൈറ്റമിൻ സി സെറവും 2 എക്സ്ഫോലിയേറ്റർ ആണ്. സോ അത് രണ്ടും നമുക്ക് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ലാക്റ്റിക് ആസിഡ് സെറം, ഗ്ലൈക്കോളിക് ആസിഡ് സെറം ഇങ്ങനത്തെ സെറംസ് ഒന്നും നമുക്ക് ഒരിക്കലും കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരേ പ്രോപ്പർട്ടി, അതിപ്പോൾ എക്സ്ഫോലിയേറ്റർ ആണെങ്കിൽ വേറെ ഒരു എക്സ്ഫോലിയേറ്റർ ആയിട്ട് നമുക്ക് കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെ നിങ്ങൾ സെറംസ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ അത് കമ്പൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇറിറ്റേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇത്രയാണ് നമ്മുടെ വീഡിയോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സെറംസിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലാരിഫൈ ആയി എന്ന് വിചാരിക്കണം. കുറച്ചും കൂടെ സെറത്തിനെ പറ്റി അറിയാൻ പറ്റിയെന്ന് വിചാരിക്കണം. ഏതൊക്കെ ഏജിലുള്ള പിള്ളേർക്ക് യൂസ് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം. ഏതൊക്കെ സ്കിന്നിന് യൂസ് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം. സോ ഈ സെറത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും. സോ ഇത്രയൊക്കെയാണ് വീഡിയോ. ഇതൊരു ഹെൽപ്ഫുൾ വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബായ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.